എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ കുറേ നാളായി കണ്ടിട്ടില്ല. ഈയിടെ പത്രത്തിലൊക്കെ നിങ്ങൾ വായിക്കുന്ന പോലെ പകുതി വരയ്ക്ക് താരങ്ങൾ തരാമെന്നൊക്കെ പറഞ്ഞ് കാറ്റത്ത് വരയ്ക്ക് അടിച്ചു മാറ്റി കടന്നു കളഞ്ഞ ആളുകളെ പോലെ 60 മണിക്കൂർ കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ പറഞ്ഞ് 4 ക്ലാസ്സൊക്കെ എടുത്ത് കടന്നു കളഞ്ഞൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ലേ? സ്വാഭാവികം. പക്ഷേ കാലമല്ലേ എല്ലാം നിശ്ചയിക്കുന്നത്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാലനായി വന്ന് എന്നെ ചെറുപ്പിലാക്കി. പക്ഷേ കൊണ്ടുപോയില്ല. അത് സുല്ലു പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പിള്ളേർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സൂത്രങ്ങളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലെ കഠിനക്ഷത്തില് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അതൊക്കെ അടുത്ത തലമുറയ്ക്ക് കൈമാറൊക്കെ പോകുന്നത് ശരിയല്ലല്ലോ. അത് കാരണം കുറച്ച് നാളും കൂടി സമയം നീട്ടിത്തന്നെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഈ ക്ലാസ് മുഴുപ്പിക്കാൻ കഴിയുന്ന പ്രത്യേകിച്ചോടെ ഞാൻ ക്ലാസ് വീണ്ടും ആരംഭിക്കുകയാണ്. നമുക്ക് അത് പറഞ്ഞ് നേരം കളയാൻ സമയമില്ലാത്തതിനാൽ നേരം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് വല്ലതും ഓർമ്മയില്ലോ? കാരണം ജന്മമാസായ കാരണം തീരെ ഓർക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ തലേ ദിവസം ഇന്നലെ എടുത്തത് ഇന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് കിട്ടാത്ത കാലമാണ്. അതുകൊണ്ട് ഓർമ്മ സാധിക്കില്ല. ഓർമ്മ നന്നായി അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് വാക്യഭാഗങ്ങളുടെ കുറിച്ചാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ എന്തെടുക്കാമെന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ? വാക്യഭാഗങ്ങളുടെ പേരിടുന്ന കാര്യം. വാക്യഭാഗങ്ങൾ പേര് വിടണം. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് എന്നന്ന് പറഞ്ഞിരുന്നു. അക്കാര്യം കൊണ്ട് തന്നെ ഇന്ന് നമുക്കൊരു സുദിനമായിരിക്കുന്ന കാരണം എന്താ? പേരിടലിൻ്റെ ക്ലാസ്സാണ് അല്ലേ? പേരിടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ വൻ ആഘോഷമാണ്. സദ്യയും സാമ്പാറും സമ്മാനങ്ങളും ആളുകളെല്ലാം കൂടിച്ചേർന്ന് ആഘോഷിക്കുന്ന ഒരു ദിവസമായിട്ടാണ് അതിനെ ഇന്ന് ആളുകൾ ആ ദിവസം കൊണ്ടാടുന്നത് അല്ലേ? ഈ പേരിൽ ദിനം കൊണ്ടാടുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ ഇത്ര പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചില്ല എപ്പോഴെങ്കിലും? കാരണം തിരിച്ചറിയൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ശരിക്കും തിരിച്ചറിഞ്ഞില്ല വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ തന്നെ വാക്യഭാഗങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുക എന്നത് അസാധ്യമാണ്. ആ തിരിച്ചറിയലാണ് ശരിക്കും ഇംഗ്ലീഷിൻ്റെ പഠനം തന്നെ. വാക്യഭാഗങ്ങളെ എന്തെന്ന് തിരിച്ചറിയില്ലാണ്. അവരുടെ പേര് കേട്ടാൽ വാക്യഭാഗം ഏതെന്നാണ്, വാക്യഭാഗം കണ്ടാൽ അതിൻ്റെ പേരെന്താണെന്ന് അറിയുക തന്നെ ഏറ്റവും വലിയ കാര്യം. ഈ തിരിച്ചറിവിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പല പ്രശ്നങ്ങളും ചെന്ന് ചാടും. പല കാര്യങ്ങളും ശരിയായി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് കാലം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനിടയായി തൃശ്ശൂർ വെച്ചിട്ട്, ടൗണിൽ വെച്ചിട്ട്. അപ്പോൾ എൻ്റെ ഡിഗ്രി പഠിച്ചാണ്. അപ്പോൾ റോഡിൻ്റെ അപ്പുറത്തായിരുന്നു. കുറേ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആളൊന്നും എനിക്ക് സംസാരിക്കണം, പെട്ടെന്ന് പേര് മറന്നുപോയി. അപ്പം ഞാൻ എന്ത് ചെയ്യും? ആളെ ഹൂയ് എന്നൊക്കെ വിളിച്ചാൽ ശരിയാവില്ലല്ലോ. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ചിലത് ഞാൻ 1-2 നിങ്ങളോട് പങ്കുവയ്ക്കാം. ഞാൻ ഈ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത്, ഇന്നത്തെ പോലെ +1 +2 അല്ല, അന്ന് പ്രീ ഡിഗ്രിയാണ് അന്ന്. ആ പഠിക്കുന്ന കാലത്ത് ഞാൻ തൃശ്ശൂർ ട്യൂഷന് പോകുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ 7 മണിക്കാണ് ട്യൂഷൻ തുടങ്ങുക. അപ്പോൾ നമ്മൾ ഈ കാലത്ത് രാവിലെ ബസ് പിടിച്ച് തൃശ്ശൂർ റൗണ്ടിൽ ഇറങ്ങി വടക്കുന്നാഥ ക്ഷേത്രത്തിനോട് ചുറ്റുമുള്ള പൂരപ്പറമ്പുണ്ട്. ആ പറമ്പിൻ്റെ ക്രോസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോവുക. അപ്പോൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികളൊക്കെ ഇങ്ങനെ കൂട്ടുകിട്ടും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുന്ന രമേശ് എന്ന് പറഞ്ഞൊരു കുട്ടീനെയാണെന്ന് ബസ് ഇറങ്ങി കിട്ടിയത്.
അപ്പോൾ അത്ര വലിയ പരിചയമില്ല, ട്യൂഷൻ ക്ലാസ്സിൽ പരിചയം തന്നെ, അല്ലാണ്ട് രാവിലെ വീട്ടുവിശേഷങ്ങൾ ആദ്യം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൂട്ടുകെട്ടും വർത്തമാനം പറഞ്ഞ് ഇതിൻ്റെ ക്രോസ് ചെയ്ത് രസം ഓരോ കഥകളൊക്കെ പറഞ്ഞ് അപ്പോൾ നേരം പോണത് അറിയില്ല. അപ്പോൾ ഈ പൂരപ്പറമ്പ് ഇങ്ങനെ നടന്ന് അങ്ങനെ അവിടെ ചെല്ലും. രസമായിട്ട് ഒരു പരിപാടിയാണത്, ഒരു മോർണിംഗ് വാക്കും കൂടിയാണത്. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ഗ്രൗണ്ടിലേക്ക് പതുക്കെ കയറുമ്പോൾ അന്നുണ്ട് ഒരു പെൺകുട്ടി, അതിസുന്ദരിയായിട്ടൊരു പെൺകുട്ടീൻ്റെ മുന്നിൽ നടക്കണം. അപ്പം എൻ്റെ മനസ്സിൽ ഓ കാണാൻ ഇത് ഭംഗിയല്ലേ, ബാക്കിൽ നിന്ന് തന്നെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയെന്ന് ഞാൻ മനസ്സിലിങ്ങനെ കരുതി, പറഞ്ഞൊന്നുമില്ല. അത് പറഞ്ഞ് ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോണ്ട് ഈ രമേശ് എന്ന് പറഞ്ഞ പയ്യൻ പറയുന്നു എന്നോട് കാണാൻ ഇത് രസമല്ലേ, പ്രേമിക്കണമെങ്കിൽ ഇങ്ങനത്തെ കുട്ടികളെ പ്രേമിക്കണമെന്ന് വളരെ പതുക്കട. ആ കുട്ടി കേൾക്കാൻ പാകത്തിലൊന്നുമല്ല, എന്നോട് സ്വകാര്യം പറയുന്ന പോലെ പറഞ്ഞ. അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പം ഫ്രണ്ടിന്ന് കാണപ്പോൾ എങ്ങനെയുണ്ടാവും, നമുക്കൊന്ന് വേഗം നടക്കാൻ ക്രോസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി, എനിക്കും ഒരു ഫിറ്റ്നസ് എൻ്റെ മുഖം ഒന്ന് കാണാനായിട്ട്. അപ്പോൾ രണ്ടുപേരും കൂടി വേഗം നടന്ന് അതിനെ ക്രോസ് ചെയ്ത് 2 അടി നടക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നനയ്ക്കാത്തൊന്നും സംഭവിച്ചു. ഈ പെൺകുട്ടി ഓടി വന്നിട്ട് ഈ രമേശൻ്റെ കൈമല പിടിച്ചു. ഞങ്ങൾ 2 പേരും സ്റ്റക്ക്, എന്താ എന്ത് മൈൻഡ് ചെയ്യാണ്ട് പോകണം. ഞാനും അവനും അമ്പറന്നു, ഇതെന്തൊരു സംഗതി. അവൻ പറഞ്ഞു ആളെ തെറ്റിയോ എന്ന് ചോദിച്ചു. ആ പെൺകുട്ടി ഒന്നുകൂടി സ്തംഭിച്ചു, അതിൻ്റെ കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞു. എനിക്ക് അവനും പേടി. എനിക്ക് പേടി എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂരല്ലേ, ആൾക്കാരൊക്കെ അറിഞ്ഞ് കാര്യമൊന്നും തിരക്കില്ല. ഇപ്പോൾ ഞങ്ങളെന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ആൾക്കാർ ധരിക്കുള്ളൂ. പെൺകുട്ടി ഒന്നാമത് പെൺകുട്ടി, രണ്ടാമത് അതിസുന്ദരി, രണ്ടും കൂടി ആകുമ്പോൾ ആൾക്കാർ കൂടി കഴിഞ്ഞാൽ ആളാവാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ നമ്മളെ മടയും. കാര്യം പിന്നെ തിരക്കുള്ളത്, പിന്നെ നിരവധിയാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ. അടി കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ തടവരാന്ന് പറഞ്ഞ കാര്യമില്ല. ആ ഒരു പേടിയിൽ ഇങ്ങനെ നിങ്ങൾ നിന്ന. അപ്പോൾ ഈ രമേശ് അങ്ങനെ പറഞ്ഞ വെച്ചാൽ ആ കുട്ടി ചോദിച്ചു എന്താ കലേശ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ രമേശൻ പറഞ്ഞ് കലേശ് MTയിൽ പഠിക്കുന്ന കലേശല്ലേ, അതെൻ്റെ ട്വിൻ ബ്രദറാട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞതും വെല്ലുവിളി പായണ പോലെ പെൺകുട്ടി ഒറ്റ പാച്ചിൽ അമ്പത്തിൽ വിളിച്ചു. അപ്പോഴേക്കും ഞങ്ങൾ 2 പേർക്ക് ആശ്വാസം. 2 പേരും തമ്പരത്തിൽ നിന്നൊക്കെ ഒന്നും മാറി പിന്നെ ഭയങ്കര റിലാക്സിൽ നമ്മൾ ചിരിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അവൻ കഥ പറയുന്നത്. അവനിങ്ങനെ ട്വിൻ ബ്രദറുള്ള കാര്യം കട്ട്സാറ്റ് അതേപോലെയായിരുന്നു. അവരെ അമ്മയ്ക്ക് വെച്ച് ബാക്കി ബന്ധുക്കൾക്ക് പോലും തെറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവന് ഈ പ്രശ്നം ഉണ്ടാവും, ഇടയ്ക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് പറയാൻ. അനി ഓരോ ഇതിൽ ഓരോന്നിലൊക്കെ ചെന്നപ്പെടും. ഈ തെറ്റിദ്ധരിച്ചിട്ട് ഇവനാന്ന് വെച്ചിട്ട് ഒരിക്കൽ ഈ സിനിമ ടാക്സി വെച്ചിട്ട് കുറച്ച് പിള്ളേർ ഇവനെ വളഞ്ഞു വന്നു. കാരണം എന്ന് വെച്ചാൽ അതൊരു ചെക്കനായിട്ട് അവനൊരു കശപിശയുണ്ടായി. അവന് 5-1 കൊടുത്തു എന്ന് തോന്നും. അപ്പം പിന്നെ കൂട്ടുകാർ കൂടിയിട്ട് ഇവനാൻ തെറ്റി ഈ കലേശാൻ തെറ്റി വെച്ചിട്ട് ഇവനെ റൗണ്ട് ചെയ്തു. പക്ഷേ ആൾക്കാരെ കൂടി പിടിച്ചു മാറ്റിയാലൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ആ കുട്ടിക്കാൻ സംഭവിച്ചത്? തിരിച്ചറിയാൻ പറ്റിയില്ല. അതാണ് കൃത്യം ഒരേപോലെ കാരണം അവൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അതാണ് അന്ന് സംഭവിച്ചത്. അന്നത് വലിയ വിഷയമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ മിണ്ടാൻ പോലും പാടില്ലാത്ത കാലമാണ് അന്ന് പെൺകുട്ടികളോട്. ആ സമയത്ത് ഇങ്ങനെ ഉണ്ടായി എന്തായിരിക്കും. അപ്പോൾ എന്നിട്ട് ആ കുട്ടിക്ക് അങ്ങനെ ചെയ്താൽ തിരിച്ചറിയാൻ പറ്റിയില്ല. അതാണ് കുട്ടി അങ്ങനെ ചെയ്തത്. അത് തിരിച്ചറിയാത്തതിരുന്നെങ്കിൽ ഇങ്ങനെ കുറേ പ്രശ്നം ഉണ്ടാവും. ഇതേ സംബന്ധിച്ച കാര്യം തന്നെ വാക്യഭാഗത്തിലും. വാക്യഭാഗങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇംഗ്ലീഷ് പഠനം അസാധ്യമാണ്. ഈ തിരിച്ചറിയുക, അവർക്കൊരു പേരിടുക. ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ വാക്യഭാഗത്തെ തിരിച്ചറിയണം. വാക്യഭാഗം കണ്ട ഇന്ന പേരിലുള്ള വാക്യഭാഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠനത്തിന് 75% പൂർത്തിയായിന്ന്. പിന്നെ പഠിക്കാതില്ല. കുറച്ച് വാക്കുകൾ പഠിക്കുക, കുറച്ച് വാക്കുകൾ ബൈഹാർട്ട് പഠിക്കുക, കുറച്ച് ടെൻസ് കുറച്ച് ബൈഹാർട്ട് പഠിക്കുക, കുറച്ച് പ്രിപ്പോസിഷൻ ബൈഹാർട്ട് പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നിങ്ങളുടെ കൈപ്പിടിയിലായി. ഇത് വെറുതെ പറയണതല്ല. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചു. അവനും മലയാളം വായിക്കാറില്ല ശരിക്ക്. മലയാളം മീഡിയത്തിൽ പഠിച്ചേ. ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല. +1 +2 പോയിട്ട് അവന് ക്ലാസ്സിൽ പഠിക്കൊന്നും കിട്ടാത്ത ഒരാൾ കുട്ടി.
ആ ശരിക്കും ഞാൻ പറഞ്ഞു 2 മാസം പഠിച്ച, പക്ഷേ അവന് ഇംഗ്ലീഷ് എല്ലാം നന്നായിട്ട് വായിക്കാൻ മനസ്സിലാവും. വായിച്ചാൽ കറുത്തെടുക്കാം, അവർക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും, അത്യാവശ്യം പറയാനും പഠിച്ചു. അതൊക്കെ ഞങ്ങൾ നല്ലവണ്ണം ഈ ക്ലാസ് ഫോളോ ചെയ്ത് ഉറപ്പായിട്ടും കിട്ടും. ഞാൻ പറഞ്ഞ പോലെ പഠിച്ചാൽ മതി. അപ്പോൾ വാക്യഭാഗങ്ങൾ തിരിച്ചറിയുക, അവയ്ക്ക് പേരിടുക, അതാണ് നമുക്കിന്ന് ചെയ്യാൻ പോണത്. ഞാൻ കുറച്ച് വാക്യങ്ങൾ ബോർഡിൽ എഴുതാം. എന്നിട്ട് നമുക്ക് അത് വിശകലനം ചെയ്ത് ഓരോ വാക്യഭാഗത്തിന് എന്ത് പേരിടാൻ നമുക്ക് നിശ്ചയിക്കാം. നമുക്ക് കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത്. ഇനി ബോർഡിൽ ഞാനൊരു വാചകം എഴുതിയിട്ടുണ്ട്, അത് നോക്കുക. വായിക്കാൻ പറ്റണില്ല നിങ്ങൾക്ക്? എന്താ എഴുതിയിരിക്കുന്നത്? എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത്? അധ്യാപകൻ കുട്ടിയെ എന്ന് എഴുതിയിട്ടുള്ളത്. വാചകമായോ എന്നാണ് എൻ്റെ ചോദ്യം. അതൊരു വാചകം ആയോ? ആയില്ല എന്ന് പറയും. എന്താ കാരണം? അതൊരു സംഭവമില്ല. എന്ത് സംഭവം ഉണ്ടാ? ഇല്ല. ഇനി ഞാൻ ഒരു വാക്ക് എഴുതാം, വേറൊരു വാക്ക് എഴുതി വെക്കും, വാക്ക് എഴുതാം. ഇപ്പോഴോ? ഇപ്പം അധ്യാപകൻ കുട്ടിയെ പന്ത് ഇങ്ങനെ എഴുതിയപ്പോൾ വാക്യഭാഗമായോ എന്നാണ് ചോദ്യം. ആയോ? ഇല്ല എന്നാണ് നിങ്ങൾ പറയുക അല്ലേ? എന്താ കാരണം? അത് സംഭവമില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റി വേറൊരു വാക്ക് എഴുതാൻ വിചാരിക്കുക. എന്ത് സംഭവിക്കും നോക്കുക. അത് വെട്ടി. ഇപ്പോൾ അധ്യാപകൻ കുട്ടിയെ എന്നുള്ളത് പന്ത് എന്ന് മാറ്റിയിട്ട് ഞാൻ എന്താക്കി എഴുതി? തല്ലി എന്നെഴുതി. ഇപ്പം എന്തായി? ഒരു സംഭവമായോ? ഇല്ലേ? അപ്പോൾ ഏത് വാക്യഭാഗം വന്നപ്പോഴാണ് സംഭവമായത്? തല്ലി. മനസ്സിലായ? ആ വാക്യഭാഗത്തിന് പ്രത്യേകതയുണ്ട്. ആ വാക്യഭാഗം എന്തൊരു സംഭവത്തെ ഉണ്ടാക്കുന്നു. അതൊരു സംഭവം ഉണ്ടാകത്തില്ല. അധ്യാപകൻ കുട്ടിയെ പന്ത് എന്ന് പറഞ്ഞ സംഭവമില്ല. തല്ലി എന്ന് പറയുമ്പോൾ ഒരു സംഭവം ആകുന്നു. അത് തല്ലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതല്ല. അറിയാം, ഇപ്പോൾ ഉള്ള തല്ലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതാണോ? നിങ്ങളുടെ മുമ്പ് ഞാൻ തിന്നുന്നു എന്ന് പറഞ്ഞ ഇപ്പോൾ ഉള്ളതല്ല. ഇത് ഇപ്പോൾ ഉള്ളതാ. അത് ഞാൻ ചായ ഇന്നലെ കുടിച്ചു എന്ന് പറഞ്ഞാലോ, കുടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആ സംഭവം കഴിഞ്ഞു പോയതാ. അതേപോലെ ആ കുട്ടിയെ തല്ലി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? കഴിഞ്ഞു പോയത്. അപ്പോൾ ഒരു തല്ലി എന്നൊരു സംഭവത്തെ കുറിക്കുന്നു. ആ തല്ലി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് കഴിഞ്ഞു പോയതാണെന്ന്, അല്ലേ? ഇപ്പോൾ ഉള്ളതല്ല. നമ്മുടെ മുന്നിൽ നോക്കിയാൽ സംഭവം കാണുകയില്ല, അത് കഴിഞ്ഞതാണ്. അപ്പോൾ സമയത്തെക്കുറിച്ചൊരു ബോധം നൽകും ആ വാക്ക് തല്ലി എന്നുള്ളത്, അല്ലേ? ഒരു സംഭവത്തെ ഉണ്ടാക്കുന്നു. ഒരു സംഭവത്തെ ഉണ്ടാക്കുന്ന കാര്യം എന്താണത്? വാക്കാണത്, അല്ലേ? അതൊരു പ്രവൃത്തിയാണ്. തല്ല് എന്ന് കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാകുന്നു, അല്ലേ? ഒരു സംഭവം ഉണ്ടാക്കുന്നു. അതൊരു തല്ല് എന്ന് വെച്ചാൽ കൈ വീശി ഇങ്ങനെ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്, അല്ലേ? അങ്ങനെ ചൂരിൽ പൊക്കി ഇങ്ങനെ അടിക്കുന്നൊരു പ്രവൃത്തിയാണത്, അല്ലേ? അപ്പോൾ ഒരു ചലനം ഉണ്ട്. ഒരു ചലനവുമായി ബന്ധപ്പെട്ടത്, മാറ്റവുമായി ബന്ധപ്പെട്ടത്, ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതൊക്കെയാണ് എന്ത്? ഈ വാക്യഭാഗം. തല്ലി എന്ന ചുവന്ന അക്ഷരത്തിലിട്ടുള്ള വാക്യഭാഗം. മറ്റ് വാക്യഭാഗം അതിനൊരു പ്രത്യേകതയുണ്ട്, ഇല്ലേ? അത് സമയത്തെക്കുറിച്ച് കഴിഞ്ഞു പോയതാണെന്ന് കാര്യത്തെക്കുറിച്ച് പറയും. ഒരു സംഭവത്തെ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി. അതൊരു പ്രവൃത്തിയാണ്. അപ്പോൾ പ്രവൃത്തിയെ കുറിക്കുന്ന പദമാണ് വാക്യഭാഗമാണ് ഈ ചുവന്ന അക്ഷരത്തിലെഴുതിയ വാക്യഭാഗം. അതിന് നമുക്കൊരു പ്രത്യേക ഉണ്ട് അതിന്, അല്ലേ? അതാണ് സംഭവം ഉണ്ടാക്കുന്നത്. ഈ വാചകത്തിൻ്റെ കാരണം ഏതാ? ആ വാക്കാണ്. ഏറ്റവും അവസാനം എഴുതിയ വാക്കുമാണ് മലയാളത്തിൽ. അപ്പോൾ അത് ആ വാക്യഭാഗത്തിന് പ്രത്യേകത്തിൻ്റെ ഏറ്റവും അവസാനം എഴുതിയിട്ടുള്ളതാണ്. അത് സമയത്തെ കുറിക്കുന്നതാണ്, സംഭവം ഉണ്ടാക്കുന്നതാണ്, ചലനവുമായി ബന്ധപ്പെട്ടത്. ഇത്തരം പ്രത്യേകതയുള്ള വാക്യഭാഗം മാത്രമാണ് നമ്മൾ പറയുക. ഏറ്റവും പ്രധാനപ്പെട്ട വാക്യഭാഗവും അത് തന്നെയാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് ക്രിയ എന്ന് പറയുക.
ഇതിന് നമുക്കൊരു പേരിടാം. എന്താണ്? ക്രിയ. ഈ വാക്യഭാഗത്തെയാണ് നമ്മൾ ക്രിയ എന്ന് വിളിക്കുന്നത്. ക്രിയയായിട്ടുള്ള വാക്യഭാഗമാണ് ചുവന്ന അക്ഷരത്തിൽ ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ക്രിയ എന്ന വാക്യഭാഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞോ? അപ്പോൾ ഇത് ഈ ക്രിയാവാക്യത്തെ തിരിച്ചറിയലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകത്തിൽ. ക്രിയ ഏതെന്ന് തിരിച്ചറിയലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യഭാഗം. ഇനി നമുക്ക് കുറച്ച് വാക്യങ്ങൾ എഴുതാം. അതിലെ ക്രിയാവാക്യഭാഗം നിങ്ങൾ തിരിച്ചറിയാം. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിച്ചു എന്നർത്ഥം. അതായത് ക്രിയാവാക്യകാണ്ഡം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിലെ കാൽഭാഗം പഠിച്ചു. ഇംഗ്ലീഷിൻ്റെ കാൽഭാഗം നിങ്ങൾ മനസ്സിലാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമുക്ക് ക്രിയാവാക്യഭാഗം കുറച്ച് വാചകങ്ങൾ കൂടി എഴുതി ക്രിയാഭാഗം എന്തെന്ന് നമുക്ക് മനസ്സിലൊന്ന് ഉറപ്പിക്കാം. ശരി, ഞാൻ അതിനായി കുറച്ച് വാക്യം എഴുതാൻ പോവുകയാണ്. നിങ്ങൾക്ക് ബോർഡിൽ ഞാൻ കുറച്ച് വാക്യങ്ങൾ വാചകങ്ങൾ എഴുതി, അവ ഒന്ന് വായിച്ച് നോക്കുക. ഒന്നാമത്തെ, കള്ളിപ്പുറ്റ പാൽ കുടിച്ചു, ആരാർ ചെണ്ട കൊട്ടി. മൂന്നാമത്തെ, കുട്ടികൾ പന്ത് കളിക്കുന്നു, ഒരു കർഷകൻ പ്രാവുകളെ എറിയുന്നു, കാര്യസ്ഥൻ മാരാർക്ക് പണം നൽകി. ഇത് 5 വാചകങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ള ബോർഡിൽ. 5 വാചകങ്ങൾ എഴുതി. ഒന്നാമത്തെ വാചകം നോക്കുക, കള്ളിക്കുടിച്ച പാൽ കുടിച്ചു. അതിലെന്താണ് സംഭവം? എന്തായാലും കുടിച്ചു. കള്ളിക്കുടിച്ച പാൽ കുടിച്ചു. കുടിച്ചു എന്നാണ് ആ പൂച്ച ചെയ്ത കാര്യം, സംഭവം, അതാ പ്രവൃത്തി. വീട്ടുകാർ പാലൊക്കെ ഒരു കയ്യെ ചൂടാക്കി ഇതിലൊക്കെ വെച്ചു, അളമാരിലൊക്കെ വെച്ച് പൂച്ച എന്ത് പോയി, അതെന്ത് ചെയ്തു? അത് പോയി കുടിച്ചു. അപ്പോൾ ഒരു സംഭവമായി അല്ലേ? പൂച്ച അവിടെ പോയിട്ട് ആ സൂത്രത്തിൽ ആ പാല് കുടിച്ചു. ആ കുടിച്ചു എന്നുള്ളതാണ് അവിടുത്തെ സംഭവം. കഴിഞ്ഞ സംഭവം കഴിഞ്ഞു പോയത്. അത് പ്രവൃത്തിയാണ് ചെയ്തത് പൂച്ച അല്ലേ? പൂച്ച പോയിട്ട് ഒരു പ്രവൃത്തി ചെയ്തു, വീട്ടുകാരെ അറിയാണ്ട് പ്രവൃത്തി ചെയ്തു. അപ്പോൾ അതൊരു ക്രിയയാണ്, അതൊരു സംഭവം ഉണ്ടാക്കി. അതുകൊണ്ട് അത് കഴിഞ്ഞു പോയതാണ്. ഇതൊക്കെ ഇതിന് മനസ്സിലാവും അല്ലേ? അപ്പോൾ അത് പ്രവൃത്തിയെ കുറിക്കുന്ന ഭാഗമാണ്. ഈ കുടിച്ചു എന്നുള്ളത് മനസ്സിലായി, ആ സംഭവം ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായി, അത് കഴിഞ്ഞു പോയതാണെന്നെങ്കിൽ അത് വായിച്ചപ്പോൾ മനസ്സിലായി. ഈ വാക്യം അതുകൊണ്ടൊരു എന്താണ്? ക്രിയയാണത്. ലാസ്റ്റാണ് എത്തിയിട്ടുള്ളത്. അടുത്തത് നോക്കുക, രണ്ടാമത്തെ, മാര ചെണ്ട കുട്ടി. അതിനും ഒരു സംഭവം ഉണ്ടായി, ശബ്ദമുണ്ടായി. എങ്ങനെയത്? കൊട്ടിയിപ്പോൾ അല്ലേ? മാര ചെണ്ട മാത്രമേ ഒരു പ്രവൃത്തിയില്ലേ? കൊട്ടി എന്നത് ഇങ്ങനെ ചെയ്തപ്പോൾ എന്തായി? ഒരു ചലനം, മാറ്റം അവിടെ ഉണ്ടായി, ശബ്ദമുണ്ടായി അല്ലേ? അപ്പോൾ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതും ഒരു പ്രവൃത്തിയാണ്. അത് കുട്ടികൾ പന്ത് കളിച്ച് നോക്കുക, കുട്ടികൾ പന്ത് കളിക്കുന്നു. ഇതോ കുട്ടികൾ പന്ത് സംഭവം കളിക്കുന്നു പറഞ്ഞ സംഭവം നടക്കുന്നില്ലേ? അതിപ്പോൾ കളിക്കുക എന്ന് പറഞ്ഞിട്ട് കയ്യും കാലിട്ടിട്ട് വീശി അവിടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രവൃത്തി. കളിക്കുക എന്ന് പറഞ്ഞ പ്രവൃത്തിയാണ്. ജോലി എന്ന് പറയുമ്പോൾ കാശ് കിട്ടാൻ എന്തെങ്കിലും അല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രാമറിന്റെ ഇതിൽ മനസ്സിലായി? സംഭവം ഉണ്ടാക്കുന്ന, ഒരു ചലനം ഉണ്ടാക്കുന്ന ഏതൊരു കാര്യത്തെ പ്രവൃത്തി എന്ന് പറയുക. മനസ്സിലായ? അപ്പോൾ ഇതും ഒരു പ്രവൃത്തിയാണ്. അവിടെ ഒരു സംഭവം ഉണ്ടാക്കുക. പിള്ളേരുടെ കൈയും കാലും നീക്കൊണ്ട് നടക്കുന്ന, പന്തിൻ്റെ കാലുകൊണ്ട് അടിക്കുന്ന അല്ലേ? കാലും പിന്നോട്ട് അഞ്ഞ് മുന്നോട്ട് നോക്കി പന്തുമ്മ ഇങ്ങനെ വീശി അടിക്കുന്ന ഒന്നാണ് എന്ത്? ഈ കളിക്ക് ആ പ്രവൃത്തി. അതിനെയാണ് നമ്മൾ പേര് കളിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതും പ്രവൃത്തിയാണ്. അതും നമുക്കറിയാം, അതും സംഭവം പ്രവൃത്തി. കാര്യസ്ഥൻ മാരാർക്ക് പണം നൽകി ആണ് 5-ാമത്തെ. അതും എന്താണ് നോക്കി നിങ്ങൾ നോക്കിയാൽ എന്ത് മനസ്സിലാവും? അതും ഒരു സംഭവം ഉണ്ടായിരുന്നു. കാര്യസ്ഥന്മാർ പണം എന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ലേ? ആ സംഭവം ഉണ്ടാകുന്ന പണം നൽകി സംഗതി നടന്നു. ഈ ഇതായത് കാര്യസ്ഥൻ ആ ചെണ്ടക്കുട്ടീന് ഉള്ള കൂലിയായിട്ടുള്ള തുക നൽകി എന്നർത്ഥം വരും. ആ സംഭവം ഉണ്ടായി അല്ലേ? അപ്പോൾ അതും എന്താണ്? ഈ അപ്പോൾ ഇതിലെല്ലാം നോക്കുകയാണെങ്കിൽ ചുവന്ന അക്ഷരത്തിൽ എഴുതിയ ഓരോ വാക്കുകളും
ഓരോ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്, സംഭവത്തെ ഉണ്ടാക്കുന്നതാണ്, അത് നടന്നതാണെന്ന് അപ്പോൾ നടക്കുന്നതാണെന്ന് പറയുന്നത്, സമയത്തെ കുറിക്കുന്നതാണ് എന്നൊക്കെ മനസ്സിലായി. ചലനവുമായി ബന്ധപ്പെട്ട് മാറ്റമുണ്ടാക്കുന്നതാണ് മനസ്സിലായി. അത് മലയാള വാചകത്തിൽ ഏറ്റവും ഒടുവിൽ വന്നതാണ്. നമുക്ക് കണ്ടറിയില്ല, എല്ലാ വാചകത്തിലും അവസാനം വന്ന ഭാഗമല്ലത്. അത് തിരിച്ചറിയാൻ ചുവന്ന അക്ഷരത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ വാക്യഭാഗത്തെ വിളിക്കുന്ന പേരാണ് ക്രിയ.